അന്നത്തെ കാലത്ത് ഇത് പണിയാനായിട്ട് 3 ലക്ഷം രൂപയായിട്ടുള്ളൂ. ഇതുണ്ടോ, ഒരു 10 ആള് പൊക്കത്തിലുള്ള ഹൈറ്റാണിത്. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു റീലിട്ടിരുന്നു. ഒരു യാത്ര പോവുകയാണ്, അതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണെന്ന്. അതെ, ആ യാത്രയുടെ എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ ഈ ലൊക്കേഷൻ എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ അടുത്ത് നമ്മൾ കണ്ടത് ARM എന്ന് പറഞ്ഞ സിനിമയിലെ ലൊക്കേഷനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഏച്ചിക്കാനം തറവാട്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഇവിടെ ഒരു ചെറിയ പടത്തിന്റെ ഷൂട്ടിങ്ങിന് വന്നതാ കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ലൊക്കേഷനിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഒരു രസമല്ലേ? ഭൂമിയെ പാടെ മൂടും അത്രയും നെറ്റില ഇട്ടൊഴിക്കാമിളമാവേ കഥ കേട്ടിരുന്നില്ലേ ഈ കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഒന്നേ തലനാതെ ഓമൈ ചിരിയോടെ കൊഞ്ചി കവിയാടി സൂപ്പർ, അടിപൊളി. പേര് പറ. ആദിശങ്കർ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? LKG. ഏത് സ്കൂളിലാ? അമൃത. ആരാ പഠിപ്പിച്ചെന്ന ഈ പാട്ട്? അച്ഛൻ പഠിപ്പിച്ച? അടിപൊളിയായിട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സതിയമ്മയാണ് നമ്മളെ ഇന്ന് വീട് കാണിച്ചു തരാൻ പോവാണ്. ആണോ? ആ, ഇത് ഫുള്ള് ഒരിടനാഴി. ഓ, ഇപ്പൊ തന്നെ ശക്തിയിൽ വെച്ചാൽ താഴെ വീഴും. ഇതാണ് 4 കെട്ടല്ലേ? ഇത് നമ്മൾ ഇനി 3ാമത്തെ നിലയിലേക്ക് പോവാൻ പോവാണ്. തന്നെയുള്ള കയറ്റമാണ്. ഞാന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാം. എന്റെ അമ്മേ, അയ്യോ, ഉണ്ടോ, ഇവിടെ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല പോലും. ഉണ്ടോ, ഇവിടെയും ഉണ്ട് മുറികള്. ഇവിടെ എത്ര സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? സൂര്യ മുതൽ ഇങ്ങോട്ട്, പിന്നെ പത്മതീർത്ഥം, ജയഭാരതി. ഓ, ജയഭാരതി. ഇതെന്താ ഈ പൊടി? ആ, വാവലിന്റെ അല്ലേ? ഓ, ഓ, പണ്ടേ ആരെങ്കിലും വീട്ടില് വരുമ്പോ അവര് മുകളിലൊക്കെ വിടും. പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ, അന്നത്തെ ക്യാൻവാസ് ആണ്. എല്ലാരും ഉണ്ട്. കാർട്ടൂൺ പടങ്ങളും വേറെ ഉണ്ട്. ഉണ്ടോ, വലിയ മുറികളാ. ഇതാണ് നമ്മള് ഏച്ചിക്കാനത്തെ 3ാമത്തെ നില. അയ്യോ, സതിയമ്മ അങ്ങനെ ഉരുണ്ടിട്ട്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇങ്ങോട്ട് കേറിയിട്ടൊക്കെ? ആ, അതെ. അയ്യോ, ഇത് നോക്കി എന്റെ മോനെ. ഇതുണ്ടോ, ഒരു 10 ആള് പൊക്കത്തിലുള്ള ഹൈറ്റാണിത്. സീലിംഗ് ഭയങ്കര.
നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ പോവാണ്. മെല്ലെ ഇറങ്ങുള്ളൂ, എനിക്ക് പേടിയായിട്ടും വയ്യത് കണ്ടിട്ട്. ആ ഓക്കെ. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ കോണി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അതെ, തലയും കുത്തി വീഴാതെ ശ്രദ്ധിക്കണം. സതിയമ്മ ഇങ്ങനെ മുൻതൂരിന് ഇറങ്ങുന്നുണ്ട്. അതാ ഇവിടെ നോക്ക്, നല്ല ഭംഗിയുണ്ട്. ആ ഇതാണല്ലേ പൊട്ടൻ തെയ്യമാണ്. ഇവിടെ എല്ലാ 3 വർഷം കൂടുമ്പോ അല്ലേ? 3 വർഷം കൂടുമ്പോ തെയ്യം നടക്കും. ഇതൊക്കെ നമ്മൾ ARMലൊക്കെ കണ്ടിട്ടുള്ള, സിനിമയിലേ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതല്ലേ ഇവിടെ ആര് നമ്മളാരും വെഡിങ്ങിന് ഫോട്ടോ എടുക്കില്ല കല്യാണത്തിന്. എന്റെ മോളത് കല്യാണ സമയത്ത് എനിക്ക് ഭയങ്കര ആശ. ഞാൻ അവളോട് ഇത് നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടിയാണ് കേട്ടോ, നിങ്ങൾ പേടിച്ചുകൊണ്ട. ഇത് ഇങ്ങനെ നമ്മളെ ബന്ധുക്കളായ വരുന്നില്ല അവര് താമസിക്കുന്നു. കേറുന്നത് ഇങ്ങനെ കേറിയിട്ട് കാണല്. അതിന് വേറൊരു കോണിയുണ്ട് കേട്ടോ, ബന്ധുക്കൾക്ക് വേണ്ടി സെപ്പറേറ്റ് കോണി ആണോ? ഇത് നമ്മളെ ബന്ധുക്കൾക്ക് ആണുങ്ങൾ വന്നാലേ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പുറം പ്രവേശനം. ശരി. കാര്യസ്ഥന്മാരൊക്കെ ഇരിക്കുന്ന റൂമാണ് പോലും ഇതൊക്കെ. ഞാനൊന്ന് അവിടെ വരെ പോവാ. ഇവിടെ ഇതാണ് ഇങ്ങനെ കോണി, പടി ഇറങ്ങിയിട്ട് നമുക്ക് പോവാം. അന്നത്തെ കാലത്ത് ഇത് പണിയാനായിട്ട് 3 ലക്ഷം രൂപയായിട്ടുള്ളൂ. ഇവിടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതില് മെയിൻ ക്യാരക്ടർ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, മണിക്കുട്ടനുണ്ട്, പിന്നെ ഒരു പുതുമുഖ നായിക ഡയാന, അമേരിക്കക്കാരിയാണ്. പ്രൊഡ്യൂസറും അമേരിക്കൻ ഒരു പ്രവാസിയാണ്. പിന്നെ ബോബൻ ആലമ്പുടൻ ചേട്ടനുണ്ട്, സുധീർ കരമനയുണ്ട്, ഒട്ടരാജേന്ദ്രൻ ചേട്ടനുണ്ട്. ഒരു വൻപിച്ച താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. വീടിന്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ARM കണ്ടതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇതിൽ ഓരോ സ്ഥലങ്ങളും വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി ഈ ലൊക്കേഷനിൽ വന്നപ്പോൾ. അതാണ് ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത്. പിന്നെ ഇവിടുത്തെ അമ്മയെ പരിചയപ്പെട്ടു, ഇവിടെ താമസിക്കുന്ന ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ വളരെ സന്തോഷം. 40 മുറിയുള്ള ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു വീട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഷൂട്ടിംഗ് വിശേഷങ്ങൾ. അപ്പം കൂടുതൽ വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.